ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 6 സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്ന ചൈനീസ് നടപടിയെ അപലപിച്ച് ഇന്ത്യ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് താൽക്കാലിക നിരോധനമേർപ്പെടുത്തുന്ന ബില്ലിന് ഇസ്രായേൽ പാർലമെന്റിന്റെ അംഗീകാരം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച നടക്കും. പത്രികകൾ പിൻവലിക്കാൻ ഈ മാസം 8 വരെയാണ് സമയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിനുള്ള അപേക്ഷ ഇന്നുകൂടി നൽകാവുന്നതാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ള ലോക്സഭാ മണ്ഡലത്തിലെ വരണാധികാരിക്കാണ് അപേക്ഷ നൽകേണ്ടത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 40% കുറയാതെ അംഗപരിമിതിയുള്ള ഭിന്നശേഷിക്കാർ, കോവിഡ് രോഗമുള്ളവരോ കോവിഡ് സംശയിക്കുന്നവരോ ആയവർ, അവശ്യ സേവന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുക. വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26-ന് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഒന്നാം ഘട്ടത്തിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏപ്രിൽ 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മേൽനോട്ടം വഹിക്കുന്നതിന് 6 സംസ്ഥാനങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചു. 7 കോടിയിലധികം ജനസംഖ്യയുള്ള പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം ഒരേ സമയം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് നിരീക്ഷകരെ നിയമിച്ചത്. വോട്ടിംഗ് യന്ത്രങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ കൃത്യമായ മേൽനോട്ടം വഹിക്കുകയും അതുവഴി ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ തടയുകയും ചെയ്യുന്നതിനുള്ള നിർണായക ചുമതലയാണ് പ്രത്യേക നിരീക്ഷകരെ ഏൽപ്പിച്ചത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഉത്തരാഖണ്ഡിലും നടക്കുന്ന NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായാണ് ശ്രീ മോദി രാജസ്ഥാനിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ നടക്കുന്ന പൊതുറാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മലപ്പുറം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ പങ്കെടുക്കുന്നു. പെരിന്തൽമണ്ണ, മഞ്ചേരി, കൊണ്ടോട്ടി എന്നിവിടങ്ങളിലെ പരിപാടികളിലാണ് മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നത്. അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്ന ചൈനയുടെ നടപടിയെ ഇന്ത്യ അപലപിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ചൈനയുടെ പ്രകോപനപരമായ നീക്കത്തെ അപലപിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അരുണാചൽ പ്രദേശ് എന്നും ഒരു ഇന്ത്യൻ സംസ്ഥാനമായിരിക്കുമെന്നും സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നത് ഇതിനെ ഇല്ലാതാക്കില്ലെന്നും അഭിപ്രായപ്പെട്ടു. അരുണാചൽ പ്രദേശിലെ 30 സ്ഥലങ്ങൾക്ക് അനധികൃതമായി പേരുകൾ നൽകിയ ചൈനയുടെ നടപടിയെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും അപലപിച്ചു. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ബീജാപൂർ ജില്ലയിലെ ഗംഗലൂരിൽ CRPF, കോബ്ര ബറ്റാലിയൻ, ജില്ലാ റിസർവ് ഗാർഡ്, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്നിവ സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് വെടിവയ്പ് നടന്നത്. 4 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങളും ലൈറ്റ് മെഷീൻ ഗൺ, ബാരൽ ഗ്രനേഡ് ലോഞ്ചർ തുടങ്ങിയ ആയുധങ്ങളും സംഭവസ്ഥലത്തു നിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. വിമാന സർവീസുകൾ തുടർച്ചയായി വൈകുന്നതിൽ വിസ്താര എയർലൈൻസിൽ നിന്നും റിപ്പോർട്ട് തേടി സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുമ്പോൾ യാത്രികർക്ക് നൽകേണ്ട സേവനങ്ങൾ സംബന്ധിച്ച DGCA മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രാലയം വിമാന കമ്പനിയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തു തെളിയിക്കുന്ന ഗഗൻ ശക്തി അഭ്യാസിന് രാജസ്ഥാനിൽ തുടക്കമായി. ജയ്സാൽമീർ ജില്ലയിൽ പൊഖ്രാൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ ഇന്നലെ ആരംഭിച്ച വ്യോമാഭ്യാസം ഈ മാസം
10 വരെ തുടരും. വ്യോമസേനയുടെ എല്ലാ പ്രധാന യുദ്ധവിമാനങ്ങളും ആധുനിക ഹെലികോപ്റ്ററുകളും തങ്ങളുടെ പ്രഹരശേഷി ഈ മെഗാ അഭ്യാസത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. തേജസ്, റഫാൽ, സുഖോയ് 30, ജാഗ്വാർ തുടങ്ങി നിരവധി യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അഭ്യാസത്തിൽ പങ്കെടുക്കും. അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം പാകിസ്ഥാനുമായി വ്യാപാര ബന്ധത്തിന് യാതൊരു സാധ്യതയുമില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൂറത്തിൽ നടന്ന കോർപ്പറേറ്റ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഒരുവിധ ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനം വീണ്ടും തുറന്നു. വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് 2 മാസത്തേക്ക് പാർക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറക്കുക കൂടി ചെയ്തതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടുന്നത്. ഉദ്യാനം തുറന്നതോടെ വരും ദിവസങ്ങളിൽ പുതുതായി പിറന്ന വരയാടി കുഞ്ഞുങ്ങളുടെ കണക്കെടുപ്പ് നടത്തും. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതിയതായി പിറന്ന വരയാടി കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം 125ഓളം വരയാടി കുഞ്ഞുങ്ങൾ പിറന്നിരുന്നു. അടച്ചിടലിന് ശേഷം ഉദ്യാനം തുറന്നതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ രാജസ്ഥാൻ റോയൽസ് 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മുംബൈ ഉയർത്തിയ 126 റൺസ് ലക്ഷ്യം 15.3 ഓവറിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ഒഡീഷയെ നേരിടും. രാത്രി 7:30 ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹൈദരാബാദിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി ഹൈദരാബാദ് FCയെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി. അൽ ജസീറ ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് ഇസ്രായേൽ പാർലമെന്റ് അംഗീകാരം നൽകി. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദേശ ചാനലുകൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുന്നത്. ഖത്തർ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ നെറ്റ്വർക്കിന്റെ പ്രാദേശിക ഓഫീസ് അടച്ചുപൂട്ടാൻ ഉടൻ നടപടിയെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗസയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുള്ളതിനാൽ അൽ ജസീറ മാത്രമാണ് ഗസ മുനമ്പിൽ നിന്നും യുദ്ധം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിരോധനം ജൂലൈ വരെയോ ഗസയിലെ യുദ്ധം അവസാനിക്കുന്നതുവരെയോ തുടരും. എന്നാൽ ഇസ്രായേൽ നടപടിയിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും പകൽ താപനില വർദ്ധിക്കാൻ സാധ്യത. ഇന്ന് 12 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് നെയ്യാറ്റിൻകര താലൂക്കിലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എത്തിയവരുടെ എണ്ണം 55ആയി. കുളത്തൂർ വില്ലേജിലെ പൊഴിയൂർ ഗവൺമെന്റ് UP സ്കൂളിലും കരിങ്കുളം വില്ലേജിലെ പുല്ലുവിള ലിയോ തോറ്റെ സ്കൂളിലുമായി 35 കുടുംബങ്ങളാണ് കഴിയുന്നത്. കോവളം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കടൽക്ഷോഭത്തിൽ തീരദേശ മേഖലയിലെ വീടുകൾക്ക് നാശം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ജില്ലാ കളക്ടർ ജെറാമിക് ജോർജ് ഉത്തരവ് പുറപ്പെടുവിച്ചു. കടലാക്രമണം മൂലം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും വീടുകൾക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 6 സംസ്ഥാനങ്ങളിൽ പ്രത്യേക നിരീക്ഷകരെ നിയമിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്ന ചൈനീസ് നടപടിയെ അപലപിച്ച് ഇന്ത്യ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. അൽ ജസീറ ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിന് ഇസ്രായേൽ പാർലമെന്റിന്റെ അംഗീകാരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.